ഒരേ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുമ്പോഴേ ഒരു അഗ്രഹാരത്തിൽ ഒരു 200-300 കിലോനകത്തുള്ള 3 കൊലപാതകം. ഈ 3 കൊലപാതകവും വർഷങ്ങളെടുത്തില്ല, ഒരു 2 ആഴ്ചയ്ക്കുള്ളിലാണ് സംഭവിച്ചത്. അതൊന്ന്. ഈ നമ്മളെ കസ്റ്റഡിയിലുള്ള സുന്ദരം ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. സുന്ദരത്തിന് ഈ കമ്മ്യൂണിറ്റിയിൽ അസമത്വം അനുഭവിക്കുന്ന വിഷയമാണ്. കാര്യം ഇവർ പോയിട്ട് വെച്ചേക്കുന്ന കുറേ കാശ് സുന്ദരത്തിനെ പോലെയുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ക്രിസ്റ്റോ, സുന്ദരം, അൽത്താഫ്, സേതു, ക്രിസ്റ്റോ എന്നിങ്ങനെ തുടങ്ങി ആ കമ്മ്യൂണിറ്റികളുടെ ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകണമെങ്കിൽ നമ്മൾ ഒരിടത്തും എത്താൻ പോകുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ചരിത്രപരമായി ഓരോ കമ്മ്യൂണിറ്റിക്കും പരമ്പരാഗതമായി തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ സ്വത്ത് സൂക്ഷിക്കാനും ക്രയവിക്രയം നടത്താനുമുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ നമ്മൾ മിസ് ചെയ്യണൊരു പോയിൻ്റ് ഉണ്ട്. ദർ ഇസ് എ കൈൻഡ് ഓഫ് ന്യൂ ക്രൈം ട്രെൻഡ് ഹാസ് ബിഗിൻ. നമ്മൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ സിൻഡിക്കേറ്റ് തന്നെയാണ് ഈ രാമസ്വാമിയുടെ വീട്ടിലെ സിസ്റ്റത്തിൽ നിന്ന് കംപ്ലീറ്റ് ഡേറ്റ ഫോർമാറ്റ് ചെയ്തത്. നമ്മുടെ ഫോറൻസിക് ടീം ഡേറ്റ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയറാണ് പേപ്പർ വാലറ്റ് ക്യാഷ് ചെയ്താണ്, ടോക്കൺ ക്യാഷ് ചെയ്താണ് ബോംബെയിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റി നെറേറ്റീവ് നിന്ന് എങ്ങനെയാണ് പുറത്തു വരാൻ പോണത്? അതിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി നടന്ന സംഭവത്തിൽ അതിൽ നിന്നാണ് തുടങ്ങേണ്ടി വന്നാൽ അതിൽ തന്നെ തുടങ്ങണം. നമുക്ക് എന്തായിരുന്നാലും നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ ക്രൈമായിട്ട് ബന്ധപ്പെട്ട് വന്നു, നമ്മൾ ഇത് അന്വേഷിച്ചു. നമുക്ക് സുന്ദരം എന്ന് പറയുന്ന കൊലപാതകി നമ്മൾ കസ്റ്റഡിയിലുണ്ട്. ഇനി മുമ്പോട്ട് പോകണം, അറസ്റ്റ് ചെയ്യണം. ഇതിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടോ അവരെല്ലാം അറസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. കുറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ ഗ്യാങ് ലീഡർ പൂജ വെളിയും കൂടെ വിലസി നടക്കുകയാണ്. സീന, ബീന, ജീന ഇതിനെ 3നും പിടിച്ച് അകത്തിടണം. വൈ ഷുഡ് യു വെയിറ്റ്? ഓക്കെ, അറസ്റ്റ് ചെയ്യണം, ഡെഫിനറ്റ്ലി അറസ്റ്റ് ചെയ്യണം. പക്ഷേ